തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനും വലിയ പോരാട്ട തിരക്കിലാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ അവസ്ഥ? ഇവിടെ വീണ്ടും കോർപ്പറേഷൻ LDFന് കിട്ടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം ഇല്ലേ? ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇവിടെ ഇപ്പം കുറേ ലോബികൾ ഇറങ്ങിയിട്ടുണ്ട്. പുതിയ ഉന്നതങ്ങളിലേക്ക് ഇരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികൾ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവരെയൊക്കെ നിർത്തിയാൽ BJPക്ക് NDAക്ക് സീറ്റ് കിട്ടും, കോർപ്പറേഷൻ അവർ ഭരിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അത് ഒരിക്കലും നടക്കില്ല. ഇവിടെ IPS മുതൽ ഇന്നവർ വരെ ഇവിടുത്തെ കോർപ്പറേഷൻ സ്ഥാനാർത്ഥികൾ. അപ്പോൾ ശബരിനാഥൻ്റെ മേയർ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമോ? ശബരിനാഥൻ്റെ മേയർ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പൊതുവെ ഇപ്പോൾ ഇല്ലല്ലോ. കോൺഗ്രസും BJP ആണ്, ഇടതുപക്ഷവും BJP ആണ് മത്സരരംഗത്ത് ഉള്ളത്. കോൺഗ്രസ് അങ്ങനെയുള്ള കക്ഷിയില്ല. ശബരിനാഥ് ഒരു MLA ആയിരുന്നു. അപ്പോൾ അയാളെ ഫാദറും ഒരു MLA 3-4 പ്രാവശ്യമുള്ള പേര് കേട്ട ഒരാളായിരുന്നു. അതിൻ്റെയൊക്കെ ലെവലിൽ ശബരിനാഥനെയൊക്കെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ്സുകാർ നിർത്തിക്കുന്നു. ഇവിടെ ജയിക്കുമെന്നുള്ള കാര്യം കണ്ടറിയാം. കവടിയാർ സീറ്റ് അദ്ദേഹത്തിന് സുരക്ഷിതമല്ലേ? സുരക്ഷിതമാണ്. കവടിയാർ സീറ്റ് അങ്ങർക്ക് സുരക്ഷിതമാണെന്ന് പറയാൻ ഒക്കില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൻ്റെ പോക്ക്. അങ്ങനെയാണ്. ഈ ശബരിമല ബാധിക്കുമോ തിരുവനന്തപുരത്ത്? ശബരിമല എന്തായാലും ഇത്രയും ഇഷ്യൂക്കെ അതിൻ്റെ ഇടയ്ക്ക് ശബരിമല ഒരു ചർച്ചാ വിഷയമാവുമല്ലോ. അത് ഏത് പാർട്ടിക്കാരും നല്ല വലിയ രീതിയിൽ അത് കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഏത് കാര്യത്തിനും ശബരിമല സ്വർണ്ണക്കൊള്ള മറ്റേ മറിച്ച് അങ്ങനെ ചെറുതായിട്ട് ബാധിക്കും. സംസാര വിഷയം ഉണ്ടാവുമല്ലോ. അത് LDFനെ തന്നെയല്ലേ ബാധിക്കുന്നത്? LDFിൻ്റെ ആൾക്കാരല്ല ശബരിമല ചെയ്തിരിക്കുന്നത്. നേരത്തെ ഭരണാധികാരികൾ ഇരുന്നവരും ഉദ്യോഗസ്ഥരും അന്നത്തെ മന്ത്രിമാരും ആ ലെവൽ പോലെ പരിശോധിക്കുമ്പോൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം. അല്ല ഇപ്പോൾ LDF ഇരുന്നുകൊണ്ട് സ്വർണ്ണക്കൊള്ള ഇപ്പോഴുള്ള കാര്യങ്ങളല്ല ഈ അല്ല നടക്കുന്നത്. ഇതൊക്കെ നേരത്തെ കുട്ടികൾക്ക് ആലോചിച്ച് ചെയ്യാമായിരുന്നു. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ചൂട്? നല്ല രീതിയിൽ നടക്കുകയല്ലേ. എല്ലാവരും ഒന്നിനൊന്ന് വെച്ചായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 3 BJP ആയാലും ശരി തന്നെ, കമ്മ്യൂണിസ്റ്റ് ആയാലും ശരി തന്നെ, കോൺഗ്രസ് ആയാലും ശരി തന്നെ. ആർക്കാണ് പ്രതീക്ഷ കൂടുതലും കാണുന്നത്? പ്രതീക്ഷ LDF ആണ്. കാരണം നല്ല ഭരണമല്ലേ കാഴ്ചവെച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയൊന്നും ബാധിക്കില്ലേ? പറ്റി ഒരുപാട് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അത് കൊള്ളയടിച്ചവരൊക്കെ അവർക്കല്ലേ അതിൻ്റെ കുറ്റമുള്ളൂ. മറ്റുള്ളവരൊന്നും അതിനൊന്നും ബാധകമായിട്ടില്ല. തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ട് വരുന്നു. തലസ്ഥാന നഗരം വളരെ ചൂട് പിടിച്ച് നിൽക്കുന്നു. എന്തായിരിക്കും അവസ്ഥ? ശബരിമല വിഷയമാവും. പിന്നെ ഇവിടെ പരിഹാരത്തിൽ വരും കോർപ്പറേഷനിൽ. ശരി, അത്രയ്ക്കും ആത്മവിശ്വാസമാണോ? ആത്മവിശ്വാസമാണ്. കാര്യം ഇപ്പോഴത്തെ നിലപാട് അങ്ങനെയാണ്. ശബരിമല വിഷയം പ്രധാനമായി മാറും. പലരും ചോദ്യം ചെയ്യപ്പെടും, പല നേതാക്കളും. ശക്തമായ ഭരണവിരുദ്ധ വികാരം. കറക്റ്റ്. അപ്പോൾ എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഒരു അവസ്ഥ? സീറ്റ് നില എങ്ങനെ ഉണ്ടാവും? സീറ്റിൽ കോൺഗ്രസ് ഒരു 10-60 സീറ്റോളം പിടിക്കും. UDFന് അനുകൂലമായി ആണ്. എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ചില സ്ഥലങ്ങളിൽ വീടുകളിൽ പ്രചരണത്തിൽ പോയിട്ടുണ്ട്. അപ്പം കോൺഗ്രസിന് അനുകൂലമായാണ് സംസാരം. ശബരിനാഥിൻ്റെ വരവ് ഗുണം ചെയ്യുമോ? ഗുണം ചെയ്യും. മുട്ടട വിജയിക്കും. ഇത് 2 ഉറപ്പാണ്. പിടിച്ചെടുക്കാൻ സാധ്യതയില്ല വാർഡ്. ഈ 2 വാർഡും പ്രധാനപ്പെട്ടമായി പിടിച്ചെടുക്കും. നമുക്ക് തിരുവനന്തപുരത്ത് CPMൻ്റെ സ്ഥിരം ഭരണമാണല്ലോ നടക്കുന്നത്. കുന്നുകൂടി പിടിച്ചെടുക്കും. കുന്നുകൂടി നമ്മൾ പാളയം യജ്ഞ സെൻറ്ററിൻ്റെ സമീപത്തുള്ളതാണ്. അവിടെ മേരിമിസ് ചെയ്യും, ഉറപ്പാണ്. തീരദേശം കടലോരം UDF അധികാരത്തിൽ വരും. അത്രയ്ക്കും ആത്മവിശ്വാസമാണ്. കാര്യം ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. സ്കോഡ് വർക്ക് അങ്ങനെ അറിയാൻ കഴിയും. പല പഞ്ചായത്തുകൾ അധികാരത്തിൽ വരും, മുനിസിപ്പാലിറ്റികൾ വരും, ജില്ലാ പഞ്ചായത്ത് വരും. പലരും പറയുന്നത് LDFന് വലിയൊരു മുന്നേറ്റമുണ്ടാകുമെന്നും ഭരണവിരുദ്ധ വികാരമില്ല എന്നൊക്കെയുള്ളതാണ്. അത് ചിലപ്പോൾ പാർട്ടിക്കാരാണോ വിഷയം വളരെ രൂക്ഷമായി മാറും. അത്ര വോട്ട് കുറേ സാധ്യതയാണ്. അത് തന്നെയാണോ പ്രധാനം? അതാണ് പ്രധാന വിഷയം. പിന്നെ സർക്കാരിൻ്റെ അഴിമതിയും മറ്റേ ബസ് പാതകൻ്റെ എന്ത് പറഞ്ഞാണ് എല്ലാ സാധനങ്ങളും വിലയായിട്ടല്ലേ. കറണ്ട് ഇറച്ചി, വെള്ളക്കരം എല്ലാം വില കൂടുതലില്ലേ. വീട്ടുകാരം എല്ലാം കൂടിക്കൊണ്ടിരിക്കില്ലാണ്. അതിന് വല്ല മാറ്റമുണ്ടോ? ഇല്ലല്ല. തലസ്ഥാന നഗരം വലിയ ചൂടിലാണോ? ചൂടിലാണ്. പിന്നെ UDF എന്തായാലും അധികാരത്തിൽ വരും, ഉറപ്പാണ്.